കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ഗ്രീസ് വചനമാരിൽ കൂടി നമുക്കിന്ന് ദൈവവചനം കേൾക്കുവാൻ സാധിച്ചതിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ ഗ്രീസ് വചനമാരി പ്രേക്ഷകർക്കും ഞങ്ങളെ സ്നേഹവും വന്ദനവും ഞങ്ങളെ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിലെ ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹപ്രദമായൊരു കാര്യമാണ്. ഇസ്രയേലിന് എല്ലാ ദിവസവും പാളയത്തിൻ്റെ നടുവിൽ ദൈവം ശക്തിമാന്മാരെ ആഹാരമായ മന്ന അയച്ചു കൊടുത്തതുപോലെ യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം നമുക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കും. യെരമ്യാവ് എന്ന പ്രവാചകനിൽ കൂടി അതിൻ്റെ 33-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിലെ യെരമ്യാ പ്രവാചകനിൽ കൂടി ദൈവം ഇങ്ങനെ പ്രകാരം അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? എന്നെ വിളിച്ചപേക്ഷിക്കുക, നിനക്ക് അറിയാത്തതും മഹത്തായതുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുന്ന ദൈവമാണ്. അപ്പം ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം ആജ്ഞാപിച്ച വചനം, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. ആരെ നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത്? മനുഷ്യരെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഇവിടുത്തെ ഒരു ഭരണാധികാരിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നേതാവിനെയോ ഒരു രാജാവിനെയോ ഒരു മന്ത്രിയോ വിളിച്ചപേക്ഷിച്ചാൽ അത് പരിമിതമായ എന്തെങ്കിലും കാര്യം സാധിച്ചു എന്ന് വരാം. എന്നാൽ നമ്മൾ വിളിക്കേണ്ടവനെ വിളിക്കേണ്ട രൂപത്തിൽ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഹോവ യഹോവ എന്ന നാമമുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യെരമ്യാവേ, എൻ്റെ ദാസനായ യെരമ്യാവേ, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് മഹത്തായതും അഗോചരമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുന്ന ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അഗോചരം, അതിൻ്റെ അർത്ഥം ഗോചരം, നമുക്ക് കാണുവാൻ കഴിയാത്ത അല്ലെങ്കിൽ നമ്മളിതുവരെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെ അറിയിക്കുന്നൊരു ദൈവമാണ്. മഹത്തായ കാര്യം. അപ്പം മഹത്വവാനായ ദൈവം നമ്മെ അറിയിക്കുന്ന കാര്യങ്ങളെല്ലാം മഹത്വമുള്ളതാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, യെരമ്യാവേ, ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി അവരെ സൗഖ്യമാക്കുകയും സമാധാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സമൃദ്ധി അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇവിടെ ആശുപത്രിയും മൾട്ടിനാഷണൽ ആശുപത്രിയൊക്കെ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം 2700-2800 വർഷങ്ങൾക്ക് മുമ്പേ ദൈവം അരുളി ചെയ്യുകയാണ്, എൻ്റെ കയ്യിൽ, അതെ, ദൈവത്തിൻ്റെ കരങ്ങളിൽ രോഗശാന്തി എന്നുള്ളതാണ്. രോഗശാന്തി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിവൈൻ ഹീലിംഗ്, ദൈവിക രോഗശാന്തി എന്നുള്ള. രോഗശാന്തി എന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിൽ പറയുന്ന പോലെയല്ല. ഡിവൈൻ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ ദൈവികമായ രോഗസൗഖ്യം എന്നുള്ളതാണ്. മരുന്ന് കഴിച്ച് സൗഖ്യമാകാം, അത് പച്ചമരുന്ന് കഴിച്ച് സൗഖ്യമാകാം, ഹോമിയോപ്പതി കഴിച്ച് സൗഖ്യമാകാം, ഓപ്പറേഷൻ ചെയ്ത് സൗഖ്യമാകാം, നീറ്റുമരുന്ന് കഴിച്ച് സൗഖ്യമാകാം. ആ സൗഖ്യത്തെക്കുറിച്ചല്ല പറയുന്നത്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആ രോഗശാന്തിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ഞാൻ നിനക്ക് രോഗശാന്തി അയക്കുമെന്ന്. അപ്പോൾ ഈ രോഗശാന്തി വരുന്നത് എവിടുന്നാ? ദൈവത്തിൽ നിന്ന് വരുന്നു. ഒരാരോഗ്യമില്ലാത്ത ഒരാൾ ദൈവത്തിൽ കടന്നു ചെന്നിട്ട് പറയുക, എനിക്ക് ആശുപത്രി പോകാനും വകയില്ല, എന്നെ ആശുപത്രി കൊണ്ടുപോകാനും ആരുമില്ല, കർത്താവിൻ്റെ കഷ്ടതയിൽ നിന്നെ വിടുവിക്കണമെന്ന് പറയുമ്പോൾ ദൈവവചനം പറയുന്നു, നീ എന്നെ വിളിച്ചപേക്ഷിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ, അതേ ഒരു ദൈവവേദന വേണമെന്നില്ല. ദൈവവചനം പറഞ്ഞ കർത്താവിൻ്റെ നാമത്തെ ഏത് വ്യക്തി വിളിച്ചപേക്ഷിച്ചാലും അവൻ്റെ പ്രാർത്ഥനയ്ക്ക്, അവൻ്റെ നിലവിളിക്ക്, അവൻ്റെ കരച്ചിലിന് മറുപടിയുണ്ട്. അവന് പണമുണ്ടോയെന്നോ പണമില്ലയെന്നോ, അവന് ബാങ്ക് ബാലൻസ് ഉണ്ടോ ബാങ്ക് ബാലൻസ് ഇല്ലയെന്നോ, ദേശത്തെ മാന്യനാണോ, ഇതൊന്നുമല്ല ദൈവം നോക്കുന്നത്. അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൻ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിച്ചു എന്നൊരൊറ്റ കാരണമാണ്. യെരമ്യാവിനോട് പറയുകയാണ്, നീ എന്നെ വിളിച്ചപേക്ഷിച്ചു, ഇതുവരെയും കണ്ടിട്ടില്ലാത്ത മഹത്തായിരിക്കുന്ന ഗോചരമായിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമുക്കും അറിയത്തില്ല ഈ കാര്യം എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. പല ആളുകളെ നമ്മൾ പോയി കണ്ടെന്ന് വരാം, അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ തക്ക സമയത്ത് അവർക്ക് ചെയ്യാൻ കഴിയും. കാരണം അവർ മനുഷ്യരല്ലേ, അവർക്ക് പരിമിതികളുണ്ട് എന്നുള്ളതാണ്. എന്നാൽ പരിമിതികളില്ലാത്ത ഒരാളെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്, അതാണ് ദൈവം.
പരിമിതികളില്ലാത്ത ഒരാൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ ഇവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അതേസമയം തന്നെ കാസർഗോഡോ ബോംബെയിലോ അല്ലെ വേറെ രാജ്യത്ത് ഇരിക്കാൻ പറ്റും. എന്നാൽ ദൈവത്തിന് എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നു ചെല്ലാൻ കഴിയുമെന്ന്. അതുകൊണ്ട് തിയോളജിക്കലായിട്ട് അതിന് പറയുന്ന വേർഡ് ഓംനി പ്രസൻ്റ് എന്നുള്ളതാണ്. ദൈവം സർവ്വയാപി എന്നുള്ളതാണ്. അപ്പോൾ സർവ്വയാപിയായിരിക്കുന്ന ദൈവത്തിന് നീ വിളിച്ചപേക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, ഒരുത്തൻ രോഗിയായി കിടക്കുകയാണ്, പക്ഷപാതക്കാരനാണ്, എഴുന്നേക്കാൻ കഴിയത്തില്ല. ആശുപത്രി കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു, ഇപ്പം കുറച്ചാളിങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു, ഒഴിവാക്കി എന്ന് വരാം. എന്നാൽ വേദോസം പറഞ്ഞു, നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ഇതാ ദൈവത്തിൽ നിന്ന് നിനക്ക് ലഭിക്കും ദൈവീക രോഗശാന്തിയും. മാത്രമല്ല രോഗം മാറിയ മാത്രമല്ല, രോഗം മാറിയോണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ലെന്ന് വരാം. രോഗം മാറിക്കാം, പക്ഷേ എന്ത് തരും ദൈവം? നിനക്ക് ആരോഗ്യം തരുമെന്നുള്ളത്. അപ്പോൾ രോഗശാന്തി പ്ലസ് ആരോഗ്യം. അപ്പം ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം എന്തു ചെയ്യും? അടുത്ത വാക്യം പറയുന്നു, അത് ദൈവം വരുത്തി കൊടുക്കാൻ. ചിലർ പറഞ്ഞില്ല എനിക്ക് സാധനമില്ല, ചില ഡോക്ടർമാർ പറഞ്ഞു ഞാൻ അവിടുന്ന് മരുന്ന് തരാമെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ ദൈവം നിനക്ക് വേണ്ടി വരുത്തി തരുന്ന ദൈവമാണ്. പിന്നെ അടുത്ത വാക്യം പറയുന്നത് അവരെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. അതിനാൽ ഈ പ്രഭാതത്തിൽ ദൈവസന്നിധാനത്തിൽ ചെന്നിട്ട് ഇതുവരെ നിങ്ങൾക്ക് ലഭിക്കാത്ത രോഗശാന്തിയോ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും പരാജയം തന്നെ കണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചെന്ന ഒറ്റ കാരണത്താൽ നിൻ്റെ അവസ്ഥയ്ക്ക് ഇന്ന് വ്യത്യാസം, നാളെയല്ല ഇന്ന് തന്നെ വ്യത്യാസം വരും. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യം അവർക്ക് വരുത്തി അവർക്ക് അവരെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ദൈവം അരുളിച്ചെയ്തു. ഈ വചനം നാം കേൾക്കുക മാത്രമല്ല, ഈ വചനം നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ, ഉള്ളിയിട്ട് ഇറങ്ങിച്ചെന്നാൽ, ഈ വചനം നമ്മളെ ഏറ്റെടുത്താൽ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അതിന് പ്രഭാത ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.